ിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. PSC ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഏജ് ലിമിറ്റ് നിലവില് 18-36 OBC-കാർക്ക് 39 അതുപോലെ തന്നെ SC/ST-കാർക്ക് 41 വയസ്സ് വരെയുമാണ് അപേക്ഷ സമർപ്പിക്കാവുന്നത്. അപ്പോൾ PSC ഉദ്യോഗാർത്ഥികൾ ഒരുപറ്റം ഉദ്യോഗാർത്ഥികൾ PSC-യുടെ ഏജ് ലിമിറ്റിൽ വ്യത്യാസം വരുത്തണം എന്ന് ബഹുമാനപ്പെട്ട ഗവൺമെന്റിനോട് അപേക്ഷ സമർപ്പിക്കാൻ തുടങ്ങിയിട്ട് കാലങ്ങളായി. അപ്പോൾ അതിൽ ഇതുവരെ ഒരു തീരുമാനം സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു തീരുമാനങ്ങൾ ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ചിട്ടില്ല എന്ന് മാത്രമല്ല അതിൽ ഏജ് ലിമിറ്റിൽ വ്യത്യാസമൊന്നും വരുത്തിയിട്ടുമില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ധാരാളം ഉദ്യോഗാർത്ഥികൾ ഏജ് ഓവർ ആയ ഉദ്യോഗാർത്ഥികൾക്ക് ഈ ഏജ് ലിമിറ്റിൽ വ്യത്യാസം വരുത്താത്തതുകൊണ്ട് LDC LGS പോലുള്ള തസ്തികകളിലേക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ധാരാളമായിട്ട് ഉണ്ടായിട്ടുണ്ട്. നിലവില് PSC-യുടെ പെൻഷൻ പ്രായം എന്ന് പറയുന്നത് 60 വയസ്സാണ്. അപ്പോൾ ആ പെൻഷൻ പ്രായം 2013 ശേഷം സർവീസിൽ കയറിയ ജീവനക്കാർക്കൊക്കെ തന്നെ പെൻഷൻ പ്രായം 60 വയസ്സാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഏജ് ലിമിറ്റ് 18-36 എന്ന ഒരു ഇതിൽ നിലക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലങ്ങളോളമായി 2013 പെൻഷൻ പ്രായം 60 ആക്കിയപ്പോൾ പോലും ഏജ് ലിമിറ്റിൽ വ്യത്യാസങ്ങൾ ഉണ്ടായിട്ടില്ല എന്നുള്ള കാരണങ്ങളാൽ തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് തങ്ങൾ പറയുന്ന കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായ ബോധ്യം അല്ലെങ്കിൽ അതിനെക്കുറിച്ച് വ്യക്തമായിട്ട് ബഹുമാനപ്പെട്ട സർക്കാർ മനസ്സിലാക്കിയതിന് ശേഷം ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് സ്വീകരിക്കണം എന്നുള്ള ഒരു അഭിപ്രായത്തിലാണ് ഉദ്യോഗാർത്ഥികൾ ഒന്നടങ്കം. ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ സമീപിക്കുകയുണ്ടായി. അപ്പോൾ അങ്ങനെ അവരെ സമീപിച്ച അവസരത്തില് 2020-ലോ 2021-ലോ 2022 കാലഘട്ടങ്ങളിൽ ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും നമ്മുടെ അക്കാഡമി വഴി ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുകയും അതിൽ ധാരാളം ഉദ്യോഗാർത്ഥികൾ അംഗങ്ങളാവുകയും ചെയ്യുന്നുണ്ട്. ഗ്രൂപ്പ് ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. ഗ്രൂപ്പിലുള്ള അംഗങ്ങൾ എല്ലാവരും കൂടി അവരുടെ ഗ്രൂപ്പിലുള്ള എല്ലാവരും കൂടി ഓരോ ജില്ലയിലുമുള്ള ഉദ്യോഗാർത്ഥികൾ അവരവരുടെ ജില്ലയിലെ വേണ്ട പ്രവർത്തനങ്ങളൊക്കെ തന്നെ ഇതിനു വേണ്ടിയിട്ട് ഏജ് ലിമിറ്റിൽ വ്യത്യാസം വരുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനങ്ങളൊക്കെ തന്നെ നടത്തി വരുന്നുണ്ട്. അതുകൂടാതെ മൊത്തത്തില് ഓൾ കേരളത്തിലുള്ള എല്ലാ ജില്ലകളിലുമുള്ള ഉദ്യോഗാർത്ഥികൾ ഒന്നടങ്കം തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്കും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട PSC ചെയർമാനും അതുപോലുള്ള എല്ലാവർക്കും തന്നെ നിവേദനങ്ങളും ബഹുമാനപ്പെട്ട സർക്കാരിന് ഇതില് വ്യത്യാസം വരുത്തേണ്ട ആവശ്യകതയെക്കുറിച്ച് കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ തന്നെ തുടർന്നു വരുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും ഇപ്പോൾ നമ്മൾ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഇറങ്ങിത്തിരിക്കുന്ന അവസരത്തില് അതിനു വേണ്ടിയിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള നിലപാട് ബഹുമാനപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ലഭിക്കണമെന്നുണ്ടെങ്കിൽ അത്രയധികം ഉദ്യോഗാർത്ഥികൾ അതിന് ആ കാര്യത്തിന് വേണ്ടിയിട്ട് ഉണ്ട് എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് ബഹുമാനപ്പെട്ട സർക്കാരിനെ ബോധ്യപ്പെടുത്തേണ്ട ഒരു ആവശ്യകതയുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് എല്ലാ ഉദ്യോഗാർത്ഥികളും ഇതുപോലെ തന്നെ കൂട്ടായി പരിശ്രമിച്ചു വേണം ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മുന്നിട്ടിറങ്ങാൻ. നമ്മുടെ ഇതിനു വേണ്ടിയിട്ട് ഗ്രൂപ്പ് ഉണ്ട്. ഗ്രൂപ്പിലേക്ക് ഇനിയും ആരെങ്കിലും അംഗമാകാത്തത് ഉണ്ടെങ്കിൽ അവരെല്ലാവരും തന്നെ നമ്മുടെ ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ഒപ്പം തന്നെ കൂട്ടായ പ്രവർത്തനം കാഴ്ചവെക്കണമെന്ന് ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ശക്തവും വ്യക്തവും സത്യസന്ധവും നീതിയുക്തവുമാണെങ്കിൽ അതിനു വേണ്ടിയിട്ടുള്ള മാറ്റങ്ങളൊക്കെ വരുത്താൻ വേണ്ടിയിട്ട് ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്ത് നിന്ന് പ്രവർത്തിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്ക് എപ്പോഴും അനുകൂലമായ നിലപാട് സ്വീകരിക്കുന്ന ഒരു സർക്കാരാണ് നമ്മുടെ ഭരണത്തിൽ ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട സർക്കാർ ഉദ്യോഗാർത്ഥികളുടെ അഭിപ്രായം എല്ലാം തന്നെ കേട്ട് അതിനു വേണ്ടിയിട്ടുള്ള പരിഗണന നൽകുകയും അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളെല്ലാം തന്നെ ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യങ്ങൾ അംഗീകരിച്ച് അതിനു വേണ്ടിയിട്ടുള്ള നടപടികളൊക്കെ തന്നെ പൂർത്തീകരിച്ച് കിട്ടും എന്നുള്ള ഒരു ഉന്നത വിശ്വാസം എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും ഉണ്ട്. അതോടൊപ്പം തന്നെ എനിക്കുമുണ്ട്. അപ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലയിൽ നമുക്ക് ഉദ്യോഗാർത്ഥികളുടെ വിഷമങ്ങളെല്ലാം തന്നെ നമ്മൾ നിരന്തരമായിട്ട് കേൾക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കാറുണ്ട്. അപ്പോൾ അവർ പറയാറുണ്ട്, സാറേ പല കാരണങ്ങൾ കൊണ്ടും നമുക്ക് ഏജ് ലിമിറ്റ് വ്യത്യാസപ്പെടുത്തേണ്ടതായിട്ട് ആവശ്യകതയുണ്ട്. പ്രിലിമിനറി പരീക്ഷകളും ഒക്കെ വന്നതിന്റെ ഏറ്റക്കുറച്ചിലിന്റെ വ്യത്യാസത്തിന്റെ അടിസ്ഥാനത്തിൽ
നമുക്ക് ധാരാളം ഉദ്യോഗാർത്ഥികൾക്ക് പരീക്ഷ എഴുതാൻ പറ്റാത്ത സാഹചര്യങ്ങൾ ഉണ്ടായി. കൂടാതെ പലവിധ കുടുംബ പ്രശ്നങ്ങളും പ്രാരാബ്ദങ്ങളൊക്കെ കൊണ്ട് തന്നെ പലപ്പോഴും പരീക്ഷ എഴുതാൻ PSC കുറിച്ച് ചിന്തിച്ചു വന്നപ്പോഴത്തേക്കും നമ്മുടെ PSC എഴുതാനുള്ള സമയം കഴിഞ്ഞു പോയ ധാരാളം ഉദ്യോഗാർത്ഥികൾ എന്നെ വിളിക്കാറുണ്ട്. അപ്പൊ അവർക്കൊക്കെ ഈ ഏജ് ലിമിറ്റ് വ്യത്യാസപ്പെടുത്തിയാൽ അവർക്കൊക്കെ തന്നെ ഒരു ഗുണം കിട്ടുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടാവുന്നത്. കോപ്പറേറ്റീവ് ഡിപ്പാർട്ട്മെന്റിൽ ഒക്കെ തന്നെ, അതായത് സഹകരണ ബാങ്കുകൾ, കോപ്പറേറ്റീവ് ബാങ്കുകളിലൊക്കെ തന്നെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത് 18 to 40 അപ്പോൾ അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റുകളൊക്കെ ഇൻസ്ട്രക്ടറായിട്ടൊക്കെ വിളിക്കുന്ന അതിലും ഏജ് ലിമിറ്റിൽ വ്യത്യാസമുണ്ട്. അങ്ങനെയുള്ള ധാരാളം ഡിപ്പാർട്ട്മെന്റുകളിൽ ഏജ് ലിമിറ്റിൽ വ്യത്യാസമുണ്ട്. എന്നാൽ ജനറൽ ഡിപ്പാർട്ട്മെന്റുകൾ സാധാരണ വിളിക്കുന്ന LDC LGS പോലുള്ള തസ്തികകളിലേക്ക് വിളിക്കുന്ന സാധാരണ ഡിപ്പാർട്ട്മെന്റുകളൊക്കെ തന്നെ ഏജ് ലിമിറ്റ് 18 to 36 അതിലൊരു വ്യത്യാസം വരുത്തി ഉദ്യോഗാർത്ഥികൾക്ക് പ്രയോജനപ്രദമായ രീതിയിൽ ഒരു നടപടികൾ ബഹുമാനപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള പ്രതീക്ഷയോടുകൂടി നല്ലൊരു പ്രതീക്ഷ, അതായത് സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉദ്യോഗാർത്ഥികൾക്ക് അനുകൂലമായ ഒരു തീരുമാനം ഉണ്ടാവുമെന്നുള്ള പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് കൃത്യമായ പ്രവർത്തനങ്ങളൊക്കെ തന്നെ നമ്മുടെ ഉദ്യോഗാർത്ഥികളുടെ ഭാഗത്തു നിന്ന് നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ഉദ്യോഗാർത്ഥികളും നിങ്ങൾ എല്ലാവരും തന്നെ ഒരുമിച്ച് ചേർന്നുള്ള ഒരു പ്രവർത്തനത്തിലൂടെ മാത്രമേ നമുക്ക് ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കുകയുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗാർത്ഥികളും ഒന്നടങ്കം ഇതിനു വേണ്ടിയിട്ട് കൃത്യമായിട്ടുള്ള അപേക്ഷകളൊക്കെ നൽകുകയും നിവേദനങ്ങളൊക്കെ സമർപ്പിക്കുകയും ഹർജികൾ സമർപ്പിക്കുകയും അവരെ പോയി കാണേണ്ടവരെ കൃത്യമായിട്ട് കാണുകയും ഒക്കെ ചെയ്താൽ അനുകൂലമായ ഒരു നിലപാട് ബഹുമാനപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തുനിന്ന്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെയാണ് എല്ലാ ഉദ്യോഗാർത്ഥികളും മുന്നോട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ അതിനു വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഉദ്യോഗാർത്ഥികളുടെ ഒരു കൂട്ടായ ഗ്രൂപ്പ് തന്നെയുണ്ട്. അപ്പോൾ ഒരു അധ്യാപകൻ എന്ന നിലയിൽ നമ്മുടെ അക്കാഡമി വഴി ധാരാളം ഉദ്യോഗാർത്ഥികൾ നിവേദനങ്ങളൊക്കെ സമർപ്പിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഏജ് ലിമിറ്റിൽ ഒരു വ്യത്യാസം ഉണ്ടാകും അല്ലെങ്കിൽ വരുത്തും എന്നതിനെ ഒരു വിശ്വാസത്തോടു കൂടി തന്നെ മുമ്പോട്ട് പോകുന്ന ഇപ്പോഴും പ്രവർത്തിക്കുന്ന ധാരാളം ഉദ്യോഗാർത്ഥികളുണ്ട്. ബഹുമാനപ്പെട്ട സർക്കാരിന്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ ഒരു നിലപാടുണ്ടാവും എന്ന പ്രതീക്ഷയോടെ മുന്നോട്ട് പോകാം. ഉദ്യോഗാർത്ഥികൾക്ക് എൻ്റെ എല്ലാവിധ സപ്പോർട്ടും ഉണ്ടായിരിക്കുന്നതാണ്. എപ്പോഴും എന്താവശ്യത്തിനും നിങ്ങൾക്ക് എന്നെ വിളിച്ചു ചോദിക്കാം. നമ്മളാൾക്ക് അറിയുന്ന കാര്യങ്ങളാണെങ്കിൽ നമ്മളത് കൃത്യമായിട്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ തന്നെ പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും അവരുടെ ലക്ഷ്യം സാക്ഷാത്കരിക്കാൻ സാധിക്കട്ടെ, സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് അനുകൂലമായ നിലപാടുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഒരിക്കൽ കൂടി നിർത്തട്ടെ. നന്ദി, നമസ്കാരം.